മുഖ്യമന്ത്രിയും കുടുംബവും വിദേശയാത്ര നടത്തിയത് സ്വന്തം ചെലവിൽ. സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കിയിട്ടില്ലെന്ന് വിവരാവകാശ രേഖ. സർക്കാർ ഉദ്യോഗസ്ഥരോ സുരക്ഷാ ജീവനക്കാരോ മുഖ്യമന്ത്രിക്കൊപ്പം പോയിട്ടില്ല. യാത്രയ്ക്ക് സ്പോൺസർമാർ ഇല്ലെന്നും സർക്കാർ. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. തിരുവനന്തപുരം പോത്തൻകോട് മതിലിടിഞ്ഞ് വീട്ടമ്മ മരിച്ചു. പത്തനംതിട്ടയിൽ 2 പേർ ഒഴുക്കിൽപ്പെട്ടു. മുൻകരുതലെടുത്തില്ല, തലസ്ഥാന നഗരം വെള്ളത്തിലായി. വി ശിവൻകുട്ടി യോഗം വിളിച്ചു. ജീവനെടുത്ത് അമീബിക് മെനിഞ്ചൈറ്റിസ്. ചികിത്സയിലിരുന്ന 5 വയസ്സുകാരി മരിച്ചു. രോഗം പിടിപെട്ടത് കടലുണ്ടിപ്പുഴയിൽ നിന്ന്. മരുന്നെത്തിക്കാൻ കഴിയാത്തതിനാൽ കുട്ടി മരിച്ചത് ചികിത്സ കിട്ടാതെ. ഞാൻ എന്താ വിട്ടോളഞ്ഞെന്നറിയാമോ? എന്റെ ഭാഗത്ത് നീ ആരോടെങ്കിലും പറഞ്ഞ ഗുണ്ടകൾ അടങ്ങുന്നില്ല. കൊച്ചിയിൽ കൊലവിളി. യുവാവിനെ മുട്ടിൽ നിർത്തി ഭീഷണിപ്പെടുത്തിയത് രഹസ്യ കേന്ദ്രത്തിൽ. 200 ഗുണ്ടകളെ ഓപ്പറേഷൻ ആഗിൽ പിടികൂടിയെന്ന് ആലുവ റൂറൽ SP. പെരിയാറിൽ വീണ്ടും മത്സ്യക്കുരുതി. ഏലൂർ ഇടയാർ വ്യവസായ മേഖലയിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. രാസമാലിന്യം പെരിയാറിൽ തള്ളിയ കമ്പനികൾക്കെതിരെ നടപടിയില്ല. ഇടയാറെന്നുള്ള വിഷവെള്ളമാണ് മെയിനായിട്ട്. നമുക്ക് കമ്പനികളിൽ നിന്ന് വരുന്ന രാസവസ്തുക്കളെല്ലാം അടങ്ങിയുള്ള വിഷവെള്ളത്തിൻ്റെയാണ് ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത്. KSEB ജീവനക്കാരുടെ അനാസ്ഥയിൽ 18കാരന് ജീവൻ നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തൽ. സർവീസ് വയറിൽ വൈദ്യുതി ചോർച്ച. പരിഹരിക്കാൻ മെനക്കെടാതിരുന്നത് ദുരന്തമായി. റിപ്പോർട്ട് ഇന്ന് മന്ത്രിക്ക് നൽകും. മോഹൻലാലിന്റെ 64ാം പിറന്നാളിന് എമ്പുരാന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ട് പൃഥ്വിരാജ്. ഏറ്റെടുത്ത ആരാധകർ. IPL-ൽ കലാശ പോരാട്ടങ്ങൾ തുടങ്ങുന്നു. ക്വാളിഫയറിൽ ഇന്ന് കൊൽക്കത്ത ഹൈദരാബാദ് നേർക്കുനേർ. രാജസ്ഥാൻ റോയൽസ് ബംഗളൂരു റോയൽ ചാലഞ്ചേഴ്സ് എലിമിനേറ്റർ നാളെ. ഏറെ രാഷ്ട്രീയ വിവാദമുണ്ടാക്കിയ EP ജയരാജൻ വധശ്രമ കേസിൽ KPCC പ്രസിഡന്റ് K സുധാകരന് ക്ലീൻ ചിറ്റ്. K സുധാകരൻ വിചാരണ നേരിടേണ്ട ആവശ്യമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സുധാകരൻ ഈ കേസിൽ കുറ്റവിമുക്തനാക്കി. നേരത്തെ സെഷൻസ് കോടതി സുധാകരൻ വിചാരണ നേരിടണമെന്ന ഉത്തരവാണിട്ടിരുന്നത്. പക്ഷേ ഇതിനെതിരെയാണ് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. കുറ്റവിമുക്തനാക്കണമെന്ന വിടുതൽ ഹർജി നിരസിച്ച വിചാരണ കോടതി നടപടി നിയമപരമല്ലെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ഉത്തരവ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള കെട്ടുകഥ എന്നായിരുന്നു UDF നേതാക്കളുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം. വിധി ഇടതുപക്ഷത്തിനേറ്റ കനത്ത തിരിച്ചടിയാണെന്ന് K സുധാകരൻ പ്രതികരിച്ചു. താനായിരുന്നില്ല, പിണറായി വിജയനായിരുന്നു ലക്ഷ്യമെന്ന് പ്രതികരിച്ച EP ജയരാജൻ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകണമെന്നും ആവശ്യപ്പെട്ടു. സ്വന്തം നിലയ്ക്കും നിയമ നടപടി തുടരുമെന്നാണ് EP ജയരാജൻ പറഞ്ഞത്. 1995 ഏപ്രിൽ 12-ന് ചണ്ഡീഗഡിൽ CPM-ന്റെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങിവരവെയായിരുന്നു EP ജയരാജനെതിരെ ട്രെയിനിൽ ആക്രമണമുണ്ടായത്. വലിയ രാഷ്ട്രീയ കൊള്ളക്കം ഉണ്ടാക്കിയ സംഭവമാണത്. പിന്നീട് കണ്ണൂരിൽ നിരവധി ഏറ്റുമുട്ടൽ ഇതിന്റെ പേരിൽ നടക്കുകയും ചെയ്തിരുന്നു. EP ജയരാജൻ മാത്രമല്ല, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു. അത് പിണറായി വിജയൻ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നതെന്ന വിലയിരുത്തലും ആരോപണവും അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. ഏതായാലും വർഷങ്ങൾ നീണ്ട നിയമ നടപടികൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ, അതുപോലെ തന്നെ ഓരോ കേസിന്റെ നിരവധി നാൾവഴികൾ താണ്ടിയാണ് ഇപ്പോൾ ഈ കേസിൽ ഹൈക്കോടതി K സുധാകരനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. സുധാകരനെതിരെ ഗൂഢാലോചന കുറ്റമാണ് അന്ന് ചുമത്തിയത്. അതിൽ നിന്ന് അദ്ദേഹത്തെ ഇപ്പോൾ ഹൈക്കോടതി ഒഴിവാക്കിയിരിക്കുന്നു. എന്നാൽ ഇതുകൊണ്ട് പ്രശ്നങ്ങൾ തീരില്ല. സർക്കാർ തന്നെ പിണറായി വിജയൻ ലക്ഷ്യമിട്ടാണ് ആക്രമണം ഉണ്ടായതുകൊണ്ട് സർക്കാർ അപ്പീൽ പോകണമെന്നാണ് EP ജയരാജന്റെ നിലപാട്. സർക്കാർ അപ്പീൽ പോകാൻ തന്നെയാണ് സാധ്യത. കോടതിയെ തെളിവുകൾ വേണ്ടത്ര ബോധ്യപ്പെടുത്താൻ സാധിക്കാതെ വന്നാൽ ചിലപ്പോൾ കുറ്റവാളികൾ രക്ഷപ്പെട്ടേക്കും. ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പാടില്ല. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ശക്തമായ അടിത്തറ. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കണമെന്ന് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. പരാതിക്കാരൻ എന്നുള്ളത് കൊണ്ട് എനിക്കും നിയമപരമായി പരിശോധിച്ചുകൊണ്ട്
സുപ്രീം കോടതിയിൽ പോകാൻ സാധിക്കുമെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കെ സുധാകരനെ കേസിൽപ്പെടുത്തിയ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന ആരോപണം അന്നു മുതൽ കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചിരുന്നു. ആ ആരോപണം ഇന്നും അവർ ആവർത്തിക്കുന്നു. കോൺഗ്രസ് എടുത്ത നിലപാട് ശരിയാണ്. അതിൽ അടിവരയിട്ടുകൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി പുറത്തു വന്നിരിക്കുന്നത്. മനഃപൂർവ്വമായിട്ടാണ് ആ ഗൂഢാലോചനയിൽ കെ സുധാകരനെ മാത്രമല്ല എം വി രാഘവനെയും അന്ന് അതിനകത്ത് പെടുത്താൻ നോക്കി. അത് തെറ്റായിരുന്നു. രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി രാഷ്ട്രീയ നേതാക്കളെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കാൻ നടത്തിയ CPM-ന്റെ ഗൂഢാലോചനയായിരുന്നു അതിന്റെ പിന്നിലെന്ന് ഇപ്പോൾ വ്യക്തമായി. ഹൈക്കോടതി കെ സുധാകരനെ കുറ്റമുക്തനാക്കിയെങ്കിലും ഇതുകൊണ്ട് പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല. കൂടുതൽ നിയമ നടപടികളിലേക്ക് ഈ കേസ് മുന്നോട്ട് പോകുമെന്ന് ഉറപ്പാണ്. സുപ്രീം കോടതിയിൽ വൈകാതെ സംസ്ഥാന സർക്കാർ അപ്പീലുമായി പോകും. EP ജയരാജനും ഒരുപക്ഷെ അതിൽ കക്ഷി ചേരാൻ സാധ്യതയുണ്ട്. കണ്ണൂർ രാഷ്ട്രീയം വീണ്ടും നേതാക്കൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇപ്പോൾ തന്നെ ശക്തമായ രാഷ്ട്രീയ പോര് നടക്കുന്ന സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ വീണ്ടും കൂടുതൽ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. കൂടുതൽ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളുമായി നേതാക്കൾ രംഗത്തെത്തും. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് പരസ്പരം ഉന്നയിച്ചിരുന്നത്. കെ സുധാകരൻ ഇതിലെ ബന്ധം എം വി രാഘവന്റെ അടക്കം പേര് പലപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഉണ്ടാകും. ഏതായാലും സുപ്രധാനമായ ഒരു കോടതി വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ശരീരത്തിൽ വെടിയുണ്ടയുമായി ജീവിക്കുന്ന രക്തസാക്ഷി എന്ന പ്രതിച്ഛായ EP ജയരാജൻ ഉണ്ടാക്കിക്കൊടുത്ത ഈ കേസ്, ഇതിലാണ് ഇപ്പോൾ കെ സുധാകരൻ കുറ്റവിമുക്തനായിരിക്കുന്നത്. വർഷങ്ങളായി കെ സുധാകരനെതിരെ രാഷ്ട്രീയ ആയുധമായി ഈ കേസ് ഉപയോഗിക്കുകയായിരുന്നു CPM ചെയ്തിരുന്നത്. ഇനിയും ഈ വിഷയത്തിൽ നിയമ നടപടി തുടരാൻ തന്നെയാണ് CPM-ന്റെ തീരുമാനം. സർക്കാർ ഈ കേസിൽ അപ്പീൽ പോകണമെന്ന ആവശ്യം EP ജയരാജൻ ഉന്നയിച്ചു കഴിഞ്ഞു. സ്വന്തം നിലയ്ക്കും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് EP ജയരാജൻ പറഞ്ഞത്. പക്ഷേ ഇടതുപക്ഷത്തിനേറ്റ കനത്ത തിരിച്ചടിയാണെന്ന് കെ സുധാകരൻ പ്രതികരിക്കുകയുണ്ടായി. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായി മഴ പെയ്യും. തിരുവനന്തപുരത്ത് മഴ കുറഞ്ഞിട്ടുണ്ട്, എന്നാലും വെള്ളക്കെട്ട് മാറിയിട്ടില്ല. പോത്തൻകോട് വീടിന്റെ ചുമരിടിഞ്ഞു വീണ് വീട്ടമ്മ മരിച്ചു. പോത്തൻകോട് ഇടത്തറ സ്വദേശി ശ്രീകലയാണ് മരിച്ചത്. തലസ്ഥാനത്തെ വെള്ളക്കെട്ട് ചർച്ച ചെയ്യാൻ മന്ത്രി V ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. പത്തനംതിട്ടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അടൂർ പള്ളിക്കലാറ്റിൽ കാണാതായ ഗോവിന്ദന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മറ്റൊരാൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. തൊടുപുഴയ്ക്കടുത്ത് കൂവക്കണ്ടത്ത് 4 വയസ്സുകാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു. നിരവധി ദുരന്തങ്ങളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. മഴ പലയിടങ്ങളിലും തുടരുകയാണ്. റെഡ് അലർട്ട് ചില ജില്ലകൾക്ക് ഇന്നും നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MG മിഥുൻ തിരുവനന്തപുരത്ത് നിന്നുണ്ട്. ശശി നാരായണൻ പത്തനംതിട്ടയിൽ നിന്ന്. മഴ തുടരുകയാണ്. പത്തനംതിട്ടയിൽ സാഗർ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. ആദ്യം MG മിഥുനിലേക്ക്. മിഥുൻ, രാവിലെ നല്ല മഴയുണ്ടായിരുന്നു തലസ്ഥാന നഗരത്തിൽ, പക്ഷേ ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ദുരിതത്തിന് ശമനമില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ മഴക്കെടുതി നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ തലസ്ഥാന നഗരത്തിൽ നടന്നിട്ടില്ല. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ലേ ഇപ്പോൾ ജനങ്ങൾക്ക്? മഞ്ജുശ്രീ, ഇപ്പോൾ മഴയ്ക്ക് ഒരു ശമനം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 12 മണിക്കൂറിലേറെ മഴ പെയ്തിരുന്നുവെങ്കിൽ ഇന്ന് പുലർച്ചയോടുകൂടി മാത്രമാണ് പലയിടങ്ങളിൽ, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് നഗരപ്രദേശങ്ങളിൽ മഴ ലഭിച്ചത്. ഒപ്പം തന്നെ മലയോര മേഖലകളിലും സമാനമായ സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തത്. പിന്നീട് ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യം മാത്രമാണ് തലസ്ഥാന നഗരിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. കൂടാതെ നേരത്തെ മഞ്ജു സൂചിപ്പിച്ച പോലെ തന്നെ പല മേഖലകളിലും ഇപ്പോഴും വെള്ളപ്പൊക്കത്തിന് അല്ലെങ്കിൽ വെള്ളക്കെട്ടിന് അതിലൊരു അറുതി വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിലൊക്കെ ഇന്ന് പോയപ്പോഴും അവിടെയൊക്കെ തന്നെ ഈ മാലിന്യം നീക്കം ചെയ്യാത്തതും ഒപ്പം തന്നെ അശാസ്ത്രീയമായിട്ടുള്ള ഓട നിർമ്മാണം ഒക്കെ തന്നെയാണ് ഈ ഒരു വെള്ളക്കെട്ട് അത് നിലനിൽക്കാനുള്ള ഒരു സാഹചര്യം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്പസമയത്തിന് മുമ്പ് മന്ത്രി V ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ഇത് സംബന്ധിച്ച നിർണായകമായിട്ടുള്ള യോഗം ചേർന്നിരുന്നു. MLA-മാർ ഒപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തിരുന്നു. മറ്റു ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിൽ പ്രധാനമായും ഈ ഒരു യോഗത്തിന് ശേഷം മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് ഈ സ്മാർട്ട് സിറ്റി റോഡ് അതിന്റെ പ്രവർത്തനം, അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. അത് ഏപ്രിൽ 1-നായിരുന്നു ആദ്യം ഡെഡ് ലൈൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ മെയ് മാസത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ ചോദ്യത്തിന് മന്ത്രി പറഞ്ഞൊരു കാര്യം, പ്രതികൂല കാലാവസ്ഥയാണ് ഇത്തരത്തിൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകാനുള്ള ഒരു കാരണം. എന്തായാലും അടുത്ത മാസം 15-ന്, ജൂൺ 15-ന് മുമ്പ് ഈ ഒരു റോഡുകളൊക്കെ സഞ്ചാരയോഗ്യമാക്കി കൊടുക്കുമെന്നുള്ള ഒരു കാര്യമാണ്, അത്തരത്തിലുള്ള ഒരു ഡെഡ് ലൈനാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു കാലയളവിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ഈ കാലയളവിൽ മഴ രൂക്ഷമാവുകയാണെങ്കിൽ, അത്തരത്തിലുള്ള പ്രതികൂല കാലാവസ്ഥ
വരികയാണ് എങ്കിൽ വീണ്ടും കാലതാമസം എടുക്കുമെന്നുള്ളൊരു കാര്യം കൂടി പറയുന്നു. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ തലസ്ഥാനത്തെ ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് മന്ത്രി പറയുകയും ചെയ്തു. കൂടാതെ പലയിടത്തു നിന്ന് ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നങ്ങളുമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനപ്രതിനിധികളടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇതുവരെയും വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്. ഉദ്യോഗസ്ഥരെ കൂടുതൽ പഴിചാരാതെ ഉദ്യോഗസ്ഥർക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്നുള്ള തരത്തിലുള്ളൊരു പരാമർശം തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ റോഡിന്റെയും ഒപ്പം തന്നെ മറ്റ് ശോചനീയാവസ്ഥകളൊക്കെ തന്നെ 2 ദിവസം കൊണ്ട് പരിഹരിക്കും. കുഴികൾ അടയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അതിനുവേണ്ടി അവലോകന യോഗം വീണ്ടും ചേരുമെന്ന് മന്ത്രി വ്യക്തമാക്കി. മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിലാണ് ഇങ്ങനെ ഒരു യോഗം ചേർന്നത്. മിഥുൻ, മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ. ഈ മഴയിൽ ദുരിതം കൂടുന്നുണ്ട്. നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പോത്തൻകോട്, അവിടെ ഒരു അപകടം ഇന്നുണ്ടായിട്ടുണ്ട്. ഒരു വീട്ടമ്മ മരിച്ചു. എന്തായിരുന്നു അപകടം? കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഈ ഒരു വീട് പുനർനിർമ്മിച്ചതായിരുന്നു. അതിന്റെ പഴയ വീട് അത് പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് മഴ രൂക്ഷമായതിനെ തുടർന്ന് ഇതിന്റെ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികൾ അത് നിർത്തിവെക്കുകയും ചെയ്തു. പിന്നീട് വെള്ളക്കെട്ട് അവിടെ രൂക്ഷമാവുകയും ഈ പൊളിച്ചു മാറ്റുന്ന ഈ ഭിത്തി ഒക്കെ വെള്ളം കൂടുതൽ പടർന്നു പിടിക്കുകയും അങ്ങനെ ചുവര് അത് കുതിർന്ന് അത് ഇടിഞ്ഞു വീഴുകയായിരുന്നു. അവിടെ ഈ വിറകുകൾ, അതായത് വിറകുകൾ സൂക്ഷിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് എടുക്കാൻ പോയപ്പോഴാണ് ഈ ഒരു വീട്ടമ്മയ്ക്ക് ദാരുണമായി ഈ ഒരു അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നത്. വീട്ടമ്മ വിറകെടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു വീടിന്റെ ഭിത്തി അത് ഇടിഞ്ഞു വീഴുകയും ചെയ്ത് 61 വയസ്സുകാരിയായിട്ടുള്ള ശ്രീകലയാണ് മരിച്ചത്. പോത്തൻകോട് ഇടത്തറ വാർഡിലുള്ള ശ്രീകലയാണ് മരിച്ചത്. മഴയിൽ കുതിർന്ന ചുമര് ഇടിഞ്ഞു വീഴാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. തുടർന്ന് ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് ഉടൻ തന്നെ എത്തിച്ചുവെങ്കിൽ പോലും തന്നെ ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് സമീപവാസികൾ പറയുകയും ചെയ്യുന്നത്. എന്തായാലും അവിടെ കഴിഞ്ഞ ദിവസം വലിയ അതിതീവ്ര മഴ തന്നെയാണ് ലഭിച്ചത്. നിരന്തരം ഏകദേശം 13 മണിക്കൂറോളം ആ പ്രദേശങ്ങളിലൊക്കെ നിർത്താതെ മഴ പെയ്യുകയും ഒപ്പം തന്നെ ആ മേഖലയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ദാരുണ സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഉദ്യോഗസ്ഥരെ പഴിചാരാതെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ തുടങ്ങിയതിനു ശേഷം തിരുവനന്തപുരം നഗരം കണ്ടത് വെള്ളക്കെട്ടാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിരുന്നു. അത് മാറ്റുന്നതിന് വേണ്ടി മണിക്കൂറുകൾ വേണ്ടി വന്നു. ഗതാഗത തടസ്സം ഉണ്ടായി. വീടുകളിൽ വെള്ളം കയറി. അതായത് ഇത്തവണയും മഴയ്ക്ക് മുൻപുള്ള മുന്നൊരുക്കങ്ങൾ, മഴയെ നേരിടാനുള്ള, വെള്ളപ്പൊക്കം നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടന്നിട്ടില്ല എന്ന് വ്യക്തമാകുന്നതായിരുന്നു തലസ്ഥാന നഗരത്തിലെ ദൃശ്യങ്ങൾ. യോഗത്തിനു ശേഷം മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സ്മാർട്ട് സിറ്റി റോഡുകൾ 10 ജൂൺ മാസം 15 സഞ്ചാരയോഗ്യമാക്കുന്ന നിലയിൽ പൂർത്തീകരിക്കുമെന്നുള്ള നിലയിലുള്ള തീരുമാനമാണ് കൈക്കൊണ്ടത്. ഇന്ന് തീയതി 21. 2 ദിവസം കൊണ്ട് തന്നെ ഇപ്പോ മഴവെള്ളക്കെടുതി ഉണ്ടാക്കിയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ പൂർവ്വസ്ഥിതി സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ കൂട്ടായിട്ടുള്ള പരിശ്രമം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ കളക്ടറേറ്റിൽ ഒരു കൺട്രോൾ റൂമുണ്ട്, താലൂക്ക് ഓഫീസുകളിൽ കൺട്രോൾ റൂമുണ്ട്, ഫയർഫോഴ്സിൽ കൺട്രോൾ റൂമുണ്ട്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൺട്രോൾ റൂമുണ്ട്. കോർപ്പറേഷന്റെ സോണൽ ഓഫീസുകളിലും അവിടെ കൺട്രോൾ റൂമായി പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ, ഉദാഹരണം വാട്ടർ അതോറിറ്റി, PWD, കോർപ്പറേഷൻ, ഫയർഫോഴ്സ്, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, ഇൻലൻഡ് നാവിഗേഷൻ, അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇത് എല്ലാ ദിവസവും വൈകുന്നേരം കളക്ടറുടെ നേതൃത്വത്തിൽ അന്ന് നടന്ന ഓരോ പ്രവർത്തനം സംബന്ധിച്ചിടത്തോളം വിലയിരുത്തണമെന്നുള്ളതിൽ തീരുമാനിച്ചു. മഴയത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയത് സ്മാർട്ട് സിറ്റി റോഡുകളുടെ നിർമ്മാണം നീണ്ടു പോകുന്നതായിരുന്നു. പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. അതുപോലെ തന്നെ ചെളി അടിഞ്ഞു കൂടിയിരിക്കുകയായിരുന്നു. നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഈ സ്മാർട്ട് സിറ്റി റോഡുകളുടെ നിർമ്മാണം ജൂൺ 15 പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത്. ഇത് ആളുകൾക്കായി തുറന്നു കൊടുക്കുമെന്നും മന്ത്രി പറയുകയാണ്. പത്തനംതിട്ടയിലും ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ശശി നാരായണൻ ചേരുകയാണ്. ശശി, പത്തനംതിട്ടയിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ടോ? അവിടെ കാണാതായ ആളുകൾ ഉണ്ടായിരുന്നു. അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? മജീഷ്, രാവിലെ നേരിയ തോതിൽ പത്തനംതിട്ടയിൽ മഴയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മഴയ്ക്ക് നേരിയ ഒരു ശമനമുണ്ട്. ചിലയിടങ്ങളിൽ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. അത്രയും ഒരു ആശങ്കയുള്ള സാഹചര്യമില്ല. പക്ഷേ മലയോര മേഖലയിലൊക്കെ മഴ ലഭിക്കുന്നുള്ള കാര്യം കൂടി നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും
ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. റെഡ് അലർട്ടാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. മലയോര മേഖലയിലേക്കുള്ള യാത്രാ നിരോധനം, വിനോദസഞ്ചാര മേഖലയ്ക്കൊക്കെയുള്ള യാത്രാ നിരോധനം ഇപ്പോൾ ഉണ്ട്. എന്തായാലും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഉദ്യോഗസ്ഥന്മാർക്കും താലൂക്ക് തഹസീൽദാർക്കും തഹസീൽദാർമാർക്കൊക്കെ നിർദ്ദേശം നൽകുകയും കൺട്രോൾ റൂം തുറക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മഴയുടെ കെടുതിയുമായി ബന്ധപ്പെട്ട് 3 പേരെ ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയും ചെയ്തു. 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഒന്ന് അടൂർ മണക്കാല സ്വദേശി ഗോവിന്ദന്റെ മൃതദേഹമാണ്. മീൻ പിടിക്കാൻ പോയ കൂട്ടത്തിൽ പള്ളിക്കലാറ്റിൽ വീണ് കാണാതാവുകയായിരുന്നു. തുടർന്ന് ഇന്നലെയും ഇന്നുമായി നടത്തിയ തെരച്ചിലിലാണ് ഗോവിന്ദന്റെ മൃതദേഹം അല്പസമയം മുമ്പ് കണ്ടെത്തിയത്. മറ്റൊരു കാര്യം ഉള്ളത് പള്ളിക്കൽ സ്വദേശിനി മണിയമ്മാളാണ്. മണിയമ്മാളും കുളിക്കാനിറങ്ങി ആറ്റിൽ കാണാതാവുകയായിരുന്നു. മണിയമ്മാളുടെ മൃതദേഹം ഇന്നലെ ഫയർഫോഴ്സ് സംഘം കണ്ടെത്തിയിരുന്നു. ഇന്നലെ പത്തനംതിട്ട മണിമലയാറ്റിൽ കോമളം കടവിൽ കുളിക്കാനിറങ്ങിയ അതിഥി തൊഴിലാളി ബീഹാർ സ്വദേശി നരേഷിന്റെ മൃതദേഹം കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ രാത്രി വരെ വൈകി തെരച്ചിൽ നടത്തിയെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഇന്ന് വീണ്ടും രാവിലെ തെരച്ചിൽ തുടരുകയാണ്. ഇതുവരെ നരേഷിനെ കണ്ടെത്താനാവില്ല. ഇങ്ങനെ 3 അപകടങ്ങൾ കൂടി ഇന്നലെ പത്തനംതിട്ടയിലുണ്ടായി. എന്തായാലും കാലാവസ്ഥ ഇന്ന് വലിയ തോതിൽ തെളിഞ്ഞ രീതിയിലുണ്ട്. നേരിയ ഒരു രീതിയിൽ മഴ ശമിച്ച രീതി പോലെ ഉണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഉച്ചകഴിഞ്ഞ് മഴ ഉണ്ടാകുമെന്നുള്ള കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട്. അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് ഉള്ളത്. എന്തായാലും മുൻകാലങ്ങളിൽ വെള്ളക്കെട്ടും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലൊക്കെ ഉള്ള ജില്ലയിൽ നിലയ്ക്ക് തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് തുടരുന്നത്. ഉദ്യോഗസ്ഥന്മാർ ലീവെടുത്ത ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തിരിച്ചുവിളിക്കുകയും ജില്ലാ ഭരണകൂടം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു മുൻകരുതലുണ്ട്. ക്വാറികൾക്കും ഒക്കെ നിരോധനമുണ്ട്. വെള്ളക്കെട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ. നദിയിലെ ജലനിരപ്പും കാര്യമായ രീതിയിൽ പമ്പ, അച്ചൻകോവിൽ, മണിമല നദികളിലെ ജലനിരപ്പും കാര്യമായ രീതിയിൽ ഉയർന്നിട്ടില്ല. അത്തരത്തിൽ ആശങ്കയ്ക്ക് വകയില്ലെങ്കിൽ പോലും ഈ അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പിന്റെ ഭാഗമായും റെഡ് അലർട്ടുള്ള സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം ജില്ലയിൽ തുടരുകയാണ്. മജേഷ്. ശരി, ശശിനാരായണനാണ് പത്തനംതിട്ടയിലെ വിവരങ്ങൾ നൽകിയത്. ഷംന ചേരുന്നുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ ഏറ്റവും അവസാനത്തെ മുന്നറിയിപ്പ് വിവരങ്ങളുമായി. ഷംന, ഇന്നലത്തേതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും പുതിയ ജില്ലകളെ റെഡ് അലർട്ടിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? എന്താണ് 1 മണിക്ക്? നേരത്തെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അത് പിൻവലിച്ചിട്ടുണ്ട്. നിലവിൽ എല്ലാ ശക്തമായ മഴ തുടരും. എന്നാൽ റെഡ് അലേർട്ട് പിൻവലിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെല്ലാം ഓറഞ്ച് അലേർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് നിലവിൽ പ്രഖ്യാപിച്ചത്. രാവിലെ നേരത്തെ റെഡ് അലേർട്ട് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. നാളെയും പത്തനംതിട്ട ജില്ലകളിൽ നാളെ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. നാളെ പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിൽ നാളെ റെഡ് അലേർട്ടാണ്. എന്തായാലും മോശം കാലാവസ്ഥാ സാഹചര്യത്തിൽ കടലിൽ പോകുന്നതിന് നിയന്ത്രണമുണ്ട്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതകളുള്ളതിനാൽ മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടും. ഇതാണ് നിലവിൽ വന്ന മുന്നറിയിപ്പ്. ശരി, ഏറ്റവും അവസാനത്തെ മുന്നറിയിപ്പ് അനുസരിച്ച് റെഡ് അലർട്ട് പിൻവലിച്ചിട്ടുണ്ട്. അതായത് മഴയുടെ ശക്തി കുറയുവാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏറ്റവും അവസാനം നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത്. ഒരു ജില്ലയിലും റെഡ് അലർട്ട് ഇപ്പോൾ നൽകിയിട്ടില്ല. തലസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നതാണ് ആമയിഴഞ്ചാൻ തോട്. ഇത്തവണയും ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ ഈ പ്രശ്നം രൂക്ഷമാവുകയും ചെയ്തു. അത് ദൃശ്യങ്ങളിലൂടെ കാണുകയും ചെയ്തു. ഇതേക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. ചെറിയ മഴയിൽ പോലും തലസ്ഥാനം വെള്ളത്തിൽ മുങ്ങും. വെള്ളക്കെട്ട് പരിഹരിക്കാൻ സർക്കാരും നഗരസഭയും ഒന്നും ചെയ്യുന്നില്ല എന്ന് പരാതിപ്പെടുന്ന നഗരവാസികൾ ഈ നഗരത്തോട് മറ്റ് താമസക്കാരോട്, ജനങ്ങളോട് ചെയ്യുന്ന എന്തെന്ന് കൂടി കാണണം. ഞാനുള്ളത് ഈ ആമയിഴഞ്ചാൻ തോടിന്റെ കണ്ണമ്മൂല ഭാഗത്താണ്. കണ്ണമ്മൂലയിൽ നെല്ലിക്കുഴിയിലേക്ക് പോകുന്ന തോടിന്റെ ഭാഗത്താണ്. എല്ലാ മഴക്കാലത്തും ഇന്നലെയും ഒക്കെ വലിയ വെള്ളം ഇതിന്റെ വശങ്ങളിൽ റോഡിൽ കൂടി കയറിയിരുന്നു. എന്താണ് ഈ തോടിലൂടെ നഗരവാസികൾ ഒഴുക്കിവിടുന്നത്? ഇത് ഇവിടെ നിന്നുള്ള ആളുകൾ ഇടുന്നത് മാത്രമായിരിക്കില്ല. ഒരുപക്ഷെ മറ്റു ഭാഗങ്ങളിൽ നിന്നും പട്ടംതോട് ഇതിൽ കണക്ട് ചെയ്താണ് പോകുന്നത്. പാറ്റൂർ നിന്നുള്ള വെള്ളം ഇതിലേക്ക് വരും. ആ ഭാഗത്തു നിന്ന് ഉള്ള വെള്ളം ഇവിടെ പോകുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്ന എന്തെല്ലാം ഉണ്ട് എന്ന് നമുക്ക് ഒരു ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ. ഇവിടേക്ക് ആളുകൾ എന്തെല്ലാം മാലിന്യങ്ങൾ ഇവിടേക്ക് വലിച്ചെറിയാൻ കഴിയുമോ അതെല്ലാം. ഒരു ഫ്രിഡ്ജിന്റെ, ഒരു റെഫ്രിജറേറ്ററിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഉള്ളത്. ഇതുപോലെയല്ല എന്തെല്ലാം വീട്ടിലുപയോഗിക്കുന്ന മുഴുവൻ സാധനങ്ങളും അത് വേസ്റ്റ് ആകുമ്പോൾ ഇത്തരത്തിൽ ഈ തോട്ടിലേക്ക് തള്ളിവിടുന്ന, ഒഴുക്കിവിടുന്ന അവസ്ഥയാണ് ഉള്ളത്. അതുതന്നെയാണ് എന്തുകൊണ്ട് വെള്ളം ഇവിടെ പൊങ്ങുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മദ്യക്കുപ്പികളും മറ്റ് പ്ലാസ്റ്റിക് ബോട്ടുകളും ഒക്കെ കവറുകളിലാക്കി വലിയ വലിയ കെട്ടുകളാക്കിയാണ് ഈ
ജലാശയത്തിൽ ഉപേക്ഷിക്കുന്നത്. ഇവിടെ നിന്ന് വെള്ളം ഒഴുകിപ്പോയാൽ മാത്രമേ തലസ്ഥാനം വെള്ളത്തിൽ മുങ്ങാതിരിക്കുകയുള്ളൂ. ഇവിടെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുമ്പോൾ തലസ്ഥാനത്തെ ജനങ്ങളുടെ ദുരിതം കൂടും. അതറിയാത്തവരല്ല ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കറിയാം എത്ര ഭാണ്ഡക്കെട്ടുകൾ പോലെ എത്രയിടത്താണ് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മറ്റും കെട്ടി ഈ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നത്. അങ്ങനെ ഒഴുകി നടക്കുന്നത് ഇതൊക്കെ തടഞ്ഞു നിർത്തി വീട്ടിലെ മെത്തയുടെ ഭാഗമുണ്ട്, കിടപ്പുമുറികൾ ഉപയോഗിക്കുന്ന മെത്തയുടെ ഭാഗമുണ്ട്, അത് അതേപടി ഇവിടേക്ക് വലിച്ചെറിയുന്നത് ഈ ഒരു മഴക്കാലത്തിന്റെ മാത്രം കാഴ്ചയില്ല. കഴിഞ്ഞ മഴക്കാലത്തും ഇതേ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ നെല്ലിക്കുഴി ഭാഗത്തുനിന്നുമൊക്കെ നമ്മൾ ഇതേ കാഴ്ചകൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ നഗരവാസികൾ എന്തുകൊണ്ട് ഈ ദുരിതം അനുഭവിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റക്കാർ ഇവിടെ താമസിക്കുന്ന ആളുകൾ തന്നെയാണ്. ഇത് ഒന്നോ രണ്ടോ ആളുകൾ ചെയ്യുന്നതല്ല, നിരവധി ആളുകൾ ചെയ്യുന്നതുകൊണ്ട് ഇത്രയധികം മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ ഇപ്പോൾ ഈ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന ഇത്തരം മാലിന്യങ്ങൾ തടഞ്ഞു ശേഖരിക്കാനായി നഗരസഭ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇത്തരത്തിൽ വലിയ പൈപ്പുകൾ ഇതിന് കുറുകെ സ്ഥാപിച്ച് വെള്ളം വറ്റുമ്പോൾ മാത്രമാണ്, കുറഞ്ഞിരിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയൂ. ഈ സ്ഥാപിച്ച് ഇത് തടഞ്ഞു നിർത്തി മാലിന്യങ്ങൾ കോരിമാറ്റാനാണ് പിന്നീട് ശ്രമിക്കുക. ഇവിടെയും ഈ എത്ര കോരിമാറ്റിയാലും വീണ്ടും വീണ്ടും എല്ലാം മഴക്കാലത്തുമുള്ള കാഴ്ചയാണ്. ഓരോ മഴക്കാലത്തും ഇങ്ങനെ ഈ തോട് ഈ രീതിയിൽ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. മാലിന്യങ്ങൾ ഇവിടെ വലിച്ചെറിയുന്നു. എത്ര പറഞ്ഞാലും ആളുകൾ സർക്കാരിനോട് നഗരസഭയോട് സഹകരിക്കുന്നതിനാണ് വ്യക്തമാണ്. ഇതും കൂടി മാറാതെ തലസ്ഥാനത്തിന്റെ ഈ വെള്ളക്കെട്ടെന്ന ദുരിതം മാറില്ലെന്ന് ഉറപ്പാണ്. ഇങ്ങനെ ആളുകൾ ഒരു മര്യാദയുമില്ലാതെ വെള്ളത്തിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയാൻ തുടങ്ങിയാൽ തലസ്ഥാനം ഇനിയും ഈ ചെറിയ മഴയിൽ പോലും മുങ്ങുന്ന അവസ്ഥയിലേക്ക് പോകും. ഈ ദൃശ്യങ്ങൾ ശരിക്കും എത്ര ശ്രമിച്ചാലും എത്ര അധികൃതർ പ്രവർത്തിച്ചാലും അതുകൊണ്ട് മാത്രം കാര്യമാകും. നഗരവാസികൾ കൂടി ശ്രമിക്കണം, അവർ കൂടി ശ്രദ്ധിക്കണം, അവർ കൂടി വിചാരിക്കണം ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങാൻ പാടില്ല, ഞങ്ങൾ മഴക്കാലത്ത് ഈ ദുരന്തം അനുഭവിക്കാൻ പാടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പ്രവൃത്തി ഇപ്പോൾ ഹരിതകർമ്മസേനയും അതുപോലുള്ള മറ്റ് മാലിന്യ മാറ്റാനുള്ള സംവിധാനങ്ങളും ഒക്കെ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അതുമായി സഹകരിക്കാൻ കൂടി നഗരവാസികൾ പഠിക്കണം. തിരുവനന്തപുരം നഗരത്തിലെ ആമയിഴഞ്ചാൻ തോടിന്റെ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടത്. എല്ലാ വെള്ളപ്പൊക്ക സമയത്തും ഈ ദൃശ്യങ്ങൾ കാണാറുള്ളതാണ്. ഇത്തവണയും അത് ആവർത്തിച്ചു. ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് കൂടിയതോടെ വെള്ളിയാങ്കല്ല് തടയണയുടെ 5 ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. ജലനിരപ്പ് ക്രമീകരണത്തിനായി 50 സെന്റിമീറ്റർ വീതമാണ് ഷട്ടറുകൾ ഉയർത്തിയിട്ടുള്ളത്. പരമാവധി 3.5 മീറ്റർ സംഭരണ ശേഷിയുള്ള തടയണയിൽ 3.15 മീറ്ററാണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. ചങ്ങണാംകുന്ന് റെഗുലേറ്ററിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ വെള്ളിയാങ്കല്ല് തടയണയുടെ കൂടുതൽ ഷട്ടറുകൾ ഉയർത്താൻ സാധ്യതയുണ്ടെന്നും പുഴയിൽ ഇറങ്ങുന്നവരും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കുട്ടി മരിച്ചു. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഫത്വ എന്ന 5 വയസ്സുകാരി മരിച്ചത്. തിരൂരങ്ങാടി മുന്നിയൂർ സ്വദേശിയാണ് ഫത്വ. ഫത്വയുടെ ഖബറടക്കം നടന്നു. മുന്നിയൂർ കളിയാട്ടുമുക്ക് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലായിരുന്നു ഖബറടക്കം. ഇന്നലെ രാത്രിയാണ് വെന്റിലേറ്ററിലായിരുന്ന ഫത്വയുടെ മരണം സ്ഥിരീകരിച്ചത്. വിദേശത്ത് നിന്ന് മരുന്ന് എത്തിക്കുവാനുള്ള ശ്രമം നടന്നിരുന്നു, പക്ഷേ അത് ഫലം കണ്ടില്ല. കടലുണ്ടിപ്പുഴയിൽ നിന്നാണ് കുട്ടിക്ക് അമീബ ബാധയുണ്ടായതെന്ന് കണ്ടെത്തിയിരുന്നു. ഈ മാസം 12-നാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന കുട്ടിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് മരുന്ന് ലഭ്യമാക്കാൻ കഴിയാത്തതാണ് ചികിത്സയ്ക്ക് പ്രതിസന്ധിയായത്. ആ കുട്ടിയുടെ രോഗത്തിന് പറ്റിയ മരുന്ന് നമ്മുടെ നാട്ടിലില്ല, ഇന്ത്യയിലില്ല. അത് വിദേശ രാജ്യത്തുണ്ട്, അത് എത്തിക്കുമെന്ന് അധികാരികൾ ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അത് ലഭ്യമായില്ല. അപൂർവ രോഗമാണെങ്കിലും കേരളത്തിലെ പുതിയ സാഹചര്യങ്ങളിൽ രോഗസാധ്യത ഇനിയുമുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. രോഗം തുടക്കത്തിലെ തിരിച്ചറിയാൻ കഴിയണം. വിദേശത്തു നിന്നും മരുന്ന് കേരളത്തിലെത്തിക്കണം. മുമ്പ് കോഴിക്കോട് തന്നെ മുമ്പേ 3-4 പ്രാവശ്യം ഒരു 4-5 വർഷത്തിന്റെ ഇടയിൽ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ വരാൻ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ മരുന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമാക്കുക, എത്തരം രോഗലക്ഷണങ്ങളിലാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്, അതിന് എന്ത് കൃത്യമായ ട്രീറ്റ്മെന്റ് ആണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. കുട്ടിയുടെ കൂടെ പുഴയിൽ കുളിച്ച മറ്റു കുട്ടികൾക്ക് രോഗബാധയില്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. വെസ്റ്റ് നൈൽ ഫീവറും ജാഗ്രത പാലിക്കേണ്ട മറ്റൊരു ഗുരുതര രോഗമാണ്. രോഗം ബാധിച്ച ഇടുക്കി സ്വദേശി ഇന്നലെ മരണപ്പെട്ടിരുന്നു. 10 പേർക്കാണ് ഇതുവരെ കേരളത്തിൽ രോഗം കണ്ടെത്തിയത്. മൺസൂൺ ആരംഭിക്കുന്നതിനാൽ മഴക്കാല രോഗങ്ങളോടും കേരളം കൂടുതൽ ജാഗ്രത പാലിക്കണം.
ഇതിനിടെ മെഡിക്കൽ സർവീസിന് ആവശ്യ മരുന്നുകൾ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്നതിനായി 70 കോടി സർക്കാർ അനുവദിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കടയിലെ വയറിംഗിൽ 2 ഇടത്ത് തകരാറുണ്ടെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. കടയിലേക്കുള്ള സർവീസ് വയറിലും പുറത്തെ ലൈറ്റിലേക്കുള്ള ഇൻസുലേഷനിലും വൈദ്യുതി തകരാറുണ്ടായിരുന്നുവെന്നാണ് KSEB ഇപ്പോൾ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ റിപ്പോർട്ട് തെറ്റാണെന്നാണ് കടയുടമ പറയുന്നത്. ജീവനക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന സംശയവും ഉണ്ടായിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇന്ന് വൈദ്യുതി മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. MS അനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഊർജിതമായ അന്വേഷണങ്ങൾ നടക്കുന്നുവെന്നാണ് KSEB ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്. അവർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർക്കാണ് ഈ വിവരവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാനായി ചുമതല നൽകിയിരിക്കുന്നത്. അവർ നൽകിയ പരിശോധനയിൽ 2 കാരണങ്ങളാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. ഒന്ന്, ഈ സർവീസ് വയർ ഈ മേൽക്കൂരയ്ക്ക് മുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒപ്പം വലിയ വളർന്നു നിൽക്കുന്ന വലിയൊരു മാവിന്റെ ഇലകൾ ഈ ഭാഗത്തുണ്ട്. ആ ഇലകൾ മഴ പെയ്തപ്പോൾ ഒരുപക്ഷെ ഈ ലൈൻ കമ്പിയുമായി അല്ലെങ്കിൽ സർവീസ് വയറുമായി പരസ്പരം ബന്ധപ്പെട്ട് മുട്ടിയിരിക്കാം. അങ്ങനെയെങ്കിൽ ആ സർവീസ് വയറിൽ ഒരു ലീക്കേജ്, ഒരു ചോർച്ച പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മഴ പെയ്ത് ഈ ഇലയും ഈ സർവീസ് വയറുമായി മുട്ടിയപ്പോൾ ആ ലീക്കേജിൽ കൂടി അല്ലെങ്കിൽ ആ ചോർച്ചയിൽ കൂടി വൈദ്യുതി പ്രവഹിച്ചിരിക്കാമെന്നാണ് ഒരു കാരണമായി ചൂണ്ടിക്കാണുന്നത്. മറ്റൊന്ന്, അകത്തു നിന്നും ഉള്ള ഒരു വൈദ്യുതി ലൈൻ, ഒരു വയർ കണക്ഷൻ പുറത്തേക്ക് ഇട്ടിരുന്നു. ലൈറ്റിനായുള്ള ആ കണക്ഷനിൽ ചെറിയ ചോർച്ച ഉണ്ട്. ആ ചോർച്ചയിൽ കൂടി ഒരുപക്ഷെ രാത്രിയിൽ ലൈറ്റ് ഇട്ടപ്പോൾ വന്നിരിക്കാമെന്നാണ് അവർ കണക്കാക്കുന്നത്. ഈ 2 കാരണങ്ങളാണ് അവർ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം ഈ KSEBിയിലെ ഉദ്യോഗസ്ഥർ ഈ പരിശോധിക്കാനായി എത്തിയപ്പോൾ വൈദ്യുതി ഈ തൂണുകൾ വഴി പ്രവഹിക്കുന്നുണ്ടായിരുന്നില്ല. ഈ 2 കാരണങ്ങളും അപ്പോൾ ഉണ്ടാവാമായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഒന്ന്, മഴ പെയ്യാത്തതുകൊണ്ട് തന്നെ മാവിന്റെ ഇലയിൽ നിന്നും സർവീസ് വയറുമായി ബന്ധപ്പെട്ട് ഉള്ള കറണ്ട് ചോർച്ചയും, മറ്റൊന്ന് ഈ ഇലക്ട്രിക് ലൈൻ പുറത്തേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഓഫ് ആയതുകൊണ്ട് തന്നെ ആ വഴിയും വയർ വഴിയും കറണ്ട് എത്താതിരിക്കാമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും ഈ വൈദ്യുതിയുടെ ഒരു പ്രവഹിക്കുന്ന ലക്ഷണം കാണിച്ചില്ല. കൈ പിടിച്ച് നോക്കിയിട്ടും ഷോക്കേൽക്കുന്ന അവസ്ഥ ഉണ്ടായില്ലെന്ന് പറയുന്നു. നമുക്കൊപ്പം ഉടമയുണ്ട്. 2 കാരണങ്ങളാണ് അവർ പറയുന്നത്. ഒന്ന്, ഇലയും സർവീസ് വയറുമായി മുട്ടി അതിൽ ഇൻസുലേഷനിൽ ചോർച്ചയുള്ളതുകൊണ്ട് വരാം. മറ്റൊന്ന്, അകത്തു നിന്നും പുറത്തേക്കൊരു ലൈൻ വലിച്ചിട്ടുണ്ടായിരുന്നു, അതിലെ ഇൻസുലേഷനും ലീക്കുള്ളതുകൊണ്ട് വരാം. ഈ കാര്യങ്ങൾ ആണെന്ന് വിശ്വസിക്കുന്നു. അതായത് സാർ, ഇത് വളരെ വ്യക്തമായിട്ട് ഞാൻ 17-ാം തീയതി മുതൽ വിളിക്കുന്നുണ്ട്. ആ 17-ാം തീയതി വിളിച്ചിട്ട് ഫോണ് കിട്ടാത്തതുകൊണ്ട് 18-ാം തീയതി വീണ്ടും വിളിച്ചു. ഞാനും എൻ്റെ തൊട്ടടുത്തുള്ള കടയുടമയും 18-ാം തീയതി വീണ്ടും അവരെ വിളിച്ചിട്ട് അവർ വരാത്തത് കൊണ്ട് പിറ്റേന്ന് രാവിലെ 19-ാം തീയതി വീണ്ടും അവരെ ബന്ധപ്പെടുകയാണ്. അങ്ങനെ 19-ാം തീയതി വന്നിട്ടാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ തൂണൊക്കെ അടക്കം ചെക്ക് ചെയ്തപ്പോൾ ഞാനും ആ കടമുടമ സാക്ഷിയാണ്. ആ കടയുടമ അടക്കം പിന്നെ ഞങ്ങളെ മുന്നിൽ വെച്ചിട്ടാണ് ഈ പോസ്റ്ററിനൊക്കെ ഒരു നോക്കിയ സമയത്ത് ഇത് കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കണ്ടപ്പോൾ അയാളും പറഞ്ഞു, ഞാൻ ഉടനെ ആളെ പറഞ്ഞേക്കാം. മാത്രമല്ല, നിങ്ങളെ കൺസ്യൂമർ നമ്പർ വെച്ചിട്ട് നിങ്ങളെ ഇതാടെ ഞാൻ രജിസ്റ്ററും ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ ആളെ പറഞ്ഞേക്കാമെന്ന് അവർ തീർത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ആ പറഞ്ഞ ആളുകൾ പിന്നെ അവരെ കണ്ടില്ല. പിന്നെ രാത്രി ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതിന് ശേഷം സ്പെഷ്യലായിട്ട് ഞാൻ വീണ്ടും വിളിക്കുകയാണ്. അങ്ങനെ അതിന് ശേഷം അവർ വന്നിട്ടാണ് ഈ സർവീസ് ലൈൻ കട്ടാക്കുന്നത്. ആ കട്ടാക്കിയതിന് ശേഷം കറണ്ട് പോയത്. അപ്പോൾ അങ്ങനെ ഒന്നായിട്ട് ലൈൻ ഓഫാക്കി. ലൈൻ ഓഫാക്കിയതിന് ശേഷം വീണ്ടും ഇത് കട്ട് ചെയ്തേരെ വീണ്ടും രണ്ടാമത് ഓണാക്കിയപ്പോൾ പിന്നെ ഇവിടെ കറണ്ടില്ല. അപ്പോൾ സർവീസ് ലൈനാണ് ഇതിന്റെ കാരണം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് 101% കറക്റ്റാണ്. സർവീസ് ലൈനിൽ നിന്നാണ് കറണ്ട് ഇതിന്റെ മുകളിലേക്ക് പാസ് ചെയ്തതും ഇവന് പിടിക്കാനുണ്ടായ കാരണം. അത് അന്ന് ഫസ്റ്റിൽ ഈ 19-ാം തീയതി ഉച്ചയ്ക്ക് വന്ന സമയത്ത് അത് കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഇവിടേക്കുള്ള കറണ്ട് കട്ട് ചെയ്ത് പോവുകയാണ്, ആ ചെറുപ്പക്കാരന്റെ മരണമല്ലാതെ കഴിച്ചിലായി പോവുകയിനി. ആ 19-ാം തീയതി വന്ന സമയത്ത് മാത്രം ആ സർവീസ് ലൈൻ കട്ടാക്കി കഴിഞ്ഞാൽ മതി ഇനി ഇങ്ങോട്ടുള്ള, എന്നാൽ ഈ മരണം സംഭവിക്കാതെ ഇനി. അപ്പോൾ ഓല ഏറ്റവും വലിയ അപാകത കൊണ്ട് പാളിച്ച കൊണ്ടാണ് സത്യത്തിൽ ആ ചെറുപ്പക്കാരൻ മരിക്കാനുണ്ടായ കാരണം. അതിലുള്ള തടി ഊരാനുള്ള സാധനം ഓരോർക്ക് മാവിൻ്റെ ഇല തുടങ്ങിയിട്ടാണ്, അല്ലെ അവിടുന്ന് ഒരു ബൾബ് തൂക്കിയിട്ടാണെന്നൊക്കെ ഉള്ള കാരണം പറയാമെന്നല്ലാതെ അതൊക്കെ 100% കളവാണ്. അതുപോലെ തടി ഊരാൻ വേണ്ടി മാത്രം പറയാം.
അദ്ദേഹം പറയുന്നത് ആദ്യം വന്നപ്പോൾ തന്നെ ആ സർവീസ് വെയർ ഒന്ന് കടയിലേക്കുള്ളത് വിച്ഛേദിച്ചെങ്കിൽ ഒരുപക്ഷെ ഇത്ര വലിയ ദുരന്തം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നാണ്. ഇന്ന് വൈകിട്ട് ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് മന്ത്രിക്ക് നൽകും എന്നാണ് KECB ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒപ്പം ഈ ഇരുവശത്തേക്കും ഈ കടയിലേക്കുള്ള വഴിയുടെ ഇരുവശത്തേക്കുമുള്ള ഇടങ്ങളിൽ വ്യാപകമായി ഈ വഴിയിലേക്ക് നൂർന്നു നിൽക്കുന്ന മരശിഖരങ്ങളും കൊമ്പുകളും ചില്ലകളുമൊക്കെ വെട്ടിമാറ്റാൻ ഉദ്യോഗസ്ഥർ ആരംഭിച്ചിട്ടുമുണ്ട്. എന്തായാലും ഒരു 2 ദിവസം മുമ്പ് ഈ നടപടി ചെയ്തിരുന്നെങ്കിൽ ഒരു വിലപ്പെട്ട ജീവൻ രക്ഷിച്ചെടുക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് കുടുംബവും വ്യക്തമാക്കുന്നത്. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ 18കാരൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സർവീസ് വയറിൽ വൈദ്യുതി ചോർച്ച ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം KECB സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ ജീവനക്കാരെ രക്ഷപ്പെടുത്തിയെടുക്കുന്നതിനുള്ള ശ്രമവും ഉണ്ടെന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഇന്ന് റിപ്പോർട്ട് മന്ത്രിക്ക് നൽകുന്നുണ്ട്. കൊച്ചിയിൽ യുവാവിന് നേരെ ഗുണ്ടാ നേതാവിന്റെ കൊലവിളി. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. കൊച്ചിയിലെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ചാണ് യുവാവിനെ ഭീഷണിപ്പെടുത്തിയത്. ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം തുടരുന്നു എന്നത് വ്യക്തമാവുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ഞാൻ എന്താ വിട്ടുകളഞ്ഞെന്നറിയാമോ? എന്റെ ഭാഗത്ത് തെറ്റായോണ്ടാ. നീ ആരോടെങ്കിലും പറഞ്ഞാ ഇതായിരിക്കും വീഡിയോ കാണിക്കണം. കേട്ടല്ലോ, ആ വീഡിയോ എടുത്ത് കൊടുത്തടാ. കേട്ടാ പറഞ്ഞേ? കേട്ടാ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലട്ടാ. നീ ഇതാ വർദ്ധിക്കരുത്. ഞാൻ പറഞ്ഞില്ലട്ടാ. ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്താ വിട്ടുകളഞ്ഞെന്നറിയാമോ? എന്റെ ഭാഗത്ത് തെറ്റായോണ്ടാ. ഞാൻ പറഞ്ഞില്ലട്ടാ. നീ ആരോടെങ്കിലും പറഞ്ഞാ ഇതായിരിക്കും വീഡിയോ കാണിക്കണം. കേട്ടല്ലോ, ആ വീഡിയോ എടുത്ത് കൊടുത്തടാ. കേട്ടാ പറഞ്ഞേ? കേട്ടാ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലട്ടാ. നീ ഇതാ വർദ്ധിക്കരുത്. കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് ചേരുകയാണ്. ടോം, എന്തായാലും ഗുണ്ടകൾ അടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പോലീസ് പറയുന്നുണ്ട് ഗുണ്ടകളെ അമർച്ച ചെയ്യുവാനുള്ള പ്രവർത്തനം തുടരുന്നു, ഓപ്പറേഷൻ ആഗ് തുടരുന്നുവെന്ന്. പക്ഷേ ഇതെപ്പോൾ സംഭവിച്ച കാര്യമാണ്? ആരാണ് ഈ ദൃശ്യത്തിലുള്ളത്? മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ വേണ്ടി പോലീസിന്റെ ഓപ്പറേഷൻ ആഗ് പുരോഗമിക്കുന്നതിനിടെയാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന ദൃശ്യം. കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളുടെ ഭീകരതയുടെ മറ്റൊരു മുഖം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു യുവാവിനെ കുപ്രസിദ്ധ ഗുണ്ട തമ്മനം ഫൈസലും സംഘവും ചേർന്ന് അവരുടെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് ഭീഷണിപ്പെടുത്തുന്ന, കൊലവിളി നടത്തുന്ന ദൃശ്യമാണിത്. ഇവിടെ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരു മർദ്ദിക്കുന്നൊന്നുമില്ല, പക്ഷേ മുട്ടിന്മേൽ നിർത്തി പിന്നീട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നീ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ ഈ ദൃശ്യങ്ങൾ, ഈ മുട്ടിന്മേൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിടും എന്ന് ഭീഷണി മുഴക്കുന്നുണ്ട്. ഈ ശബ്ദം പോലീസ് കഴിഞ്ഞ ദിവസം ഈ ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഈ വീഡിയോ, ഈ ദൃശ്യങ്ങൾ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത് തമ്മനം ഫൈസൽ, കുപ്രസിദ്ധ ഗുണ്ട തമ്മനം ഫൈസലാണ് ഇതിന് പിന്നിൽ, ഈ ഭീഷണി മുഴക്കുന്നതിന് പിന്നിലെന്ന് വ്യക്തമായ ഏകദേശം സൂചനകൾ ലഭ്യമായിട്ടുണ്ട് പോലീസിന്. ഈ തമ്മനം ഫൈസലിന് ഒപ്പമുള്ള മറ്റ് ഗുണ്ടാ സംഘങ്ങളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. നമുക്കറിയാം, 1 വർഷം മുൻപാണ് തമ്മനം ഫൈസൽ സമാനമായ രീതിയിൽ കില്ലർ ജോണി എന്ന ഗുണ്ടയെ ഇതേ രീതിയിൽ തട്ടിക്കൊണ്ടുവന്ന് ഒരു രഹസ്യ കേന്ദ്രത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അന്ന് ദൃശ്യമാധ്യമങ്ങളുടെ പുറത്തു വന്നതാണ്. സമാനമായ രീതിയിലുള്ള ഒരു കാഴ്ചയാണ് ഇവിടെയുമുണ്ട്. പക്ഷെ എങ്കിൽ മർദ്ദിക്കുന്നില്ല, മുട്ടിന്മേൽ നിർത്തുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നേരത്തെ കില്ലർ ജോണിയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട കേസില് തമ്മനം ഫൈസലിനെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു, റിമാൻഡ് ചെയ്തിരുന്നു. ഈ ഒരു ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് തമ്മനം ഫൈസലിന് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇതോടൊപ്പം ഫൈസലിനൊപ്പം മറ്റാരൊക്കെയാണ് ഉണ്ടായിരുന്നത്, ഈ മർദ്ദിച്ച യുവാവ് ആരാണ്, ഇതിന്റെ പിന്നിൽ ഇങ്ങനെ മർദ്ദിച്ചത് ഈ മുട്ടിന്മേൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്ന യുവാവ് ആരാണ്, ഇതിന്റെ പിന്നിലുള്ള കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. മഞ്ജുഷ്. ശരി ടോം, തമ്മനം ഫൈസലാണ് ഈ ദൃശ്യത്തിൽ ഈ യുവാവിനെ ഭീഷണിപ്പെടുത്തുന്ന ഗുണ്ടാ നേതാവ്. ആലുവ റൂറൽ SP ന്യൂസ് 8നോട് സംസാരിക്കുകയുണ്ടായി. ആലുവ റൂറൽ പരിധിയിൽ 200-ലധികം ഗുണ്ടകളെ പിടികൂടിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ അവകാശവാദം. ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ഗുണ്ടകളെ പിടികൂടിയത്. പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നും SP പറയുന്നു. സംസ്ഥാനത്തെ ഗുണ്ടകളെ പിടികൂടാൻ വേണ്ടി പോലീസിന്റെ ഓപ്പറേഷൻ ആഗ് ഇതിനോടകം തന്നെ 5000-ലധികം ഗുണ്ടകളെയാണ് പിടികൂടിയത്. ആലുവ റൂറൽ പരിധിയിൽ ഈ ഓപ്പറേഷൻ ആഗ് എവിടെ വരെ എത്തി, ഈ കാര്യങ്ങൾ ന്യൂസ് 8നോട് പങ്കുവയ്ക്കുന്നു
ആലുവ റൂറൽ SP വൈഭവ് സക്സേന. സർ നമസ്കാരം. ഓപ്പറേഷൻ ആഗ് സംസ്ഥാനം മുഴുവനായി വലിയ രീതിയിൽ പോലീസിന്റെ വലയത്തിലാണ് ഈ ഗുണ്ടകൾ. ആലുവ റൂറലിന്റെ പരിധിയിൽ ഓപ്പറേഷൻ ആഗ് എവിടം വരെ എത്തി? തീർച്ചയായിട്ട് ഒരു വ്യാപകമായ ഈ ഗുണ്ടകളിനെതിരെ ഒരു ഡ്രൈവ് നടത്തുന്നുണ്ടോ മുഴുവൻ സംസ്ഥാന സ്റ്റേറ്റ് വൈഡ് ആണോ? സോ നമ്മുടെ ജില്ലയുമിൽ ഈ കഴിഞ്ഞ 3 ദിവസത്തിലേക്ക് തന്നെ മോർ ദാൻ 200 ഗുണ്ടകൾക്ക് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് വളരെ വ്യാപകമായ രീതിയിൽ പിന്നെ കുറേ NDPS കേസുകൾ 107ന്റെ പ്രൊസീഡിങ്സ് കാപ്പ പ്രകാരം പുതിയ ആൾക്കാരിനെതിരെ പ്രപ്പോസൽസ് ഇതെല്ലാ കാര്യങ്ങൾ ഒരുമിച്ച് നടത്തുന്നുണ്ടോ. പിന്നെ റൗഡി പരേഡ് നടക്കാൻ വേണ്ടി എല്ലാ പോലീസ് സ്റ്റേഷൻസ്ക്ക് കർശനമായ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടോ. വളരെ കർശനമായ രീതിയിൽ ഡ്രൈവ് നടത്തുന്നുണ്ടോ. അതോടൊപ്പം തന്നെ ഈ ഗുണ്ടകൾ നമുക്ക് ഈ അടുത്തിടയിൽ ഗുണ്ടകളുടെ ആക്രമണം ചൊവ്വരയിലടക്കം വലിയ രീതിയിൽ ഗുണ്ട ആക്രമണം പരസ്യമായി വരുന്നു. നാട്ടിലിറങ്ങി അവർ വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. പോലീസിന്റെ സുരക്ഷ എത്രത്തോളം കർശനമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എല്ലാ സ്റ്റേഷൻ മൊബൈൽസ് ഫുൾ ടൈം പുറത്താണ്. വളരെ ശക്തമായ രീതിയിൽ പെട്രോളിംഗ് നടത്തുന്നുണ്ടോ. എന്തെങ്കിലും ഒരു സംഭവം നടക്കാനെങ്കിൽ പ്രീവിയസ് എനിമിറ്റിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വൈരാഗ്യൻ്റെ ഭാഗമായിട്ട് ഉടൻ തന്നെ പോലീസ് സ്ഥലമിൽ എത്തിയിട്ട് എല്ലാ റെസ്പോൺസ് കൊടുക്കാറുണ്ടോ. ഇതുവരെ നമ്മുടെ ജില്ലയിൽ ഏകദേശം എല്ലാ കേസുകളിൽ ഉടൻ തന്നെ ഈ വളരെ പ്രോംപ്റ്റ് ആക്ഷൻ പോലീസിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ആൻഡ് പ്രിവെൻഷൻ ചെയ്യാൻ വേണ്ടിയും കുറേ കാര്യങ്ങൾ നടത്തുന്നുണ്ടോ. കുറേ സ്പെഷ്യൽ ഡ്രൈവ്സ് നടത്തുന്നുണ്ടോ. ഏരിയ ഡോമിനേഷൻസ് പ്രത്യേകിച്ചും അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഏരിയാസിൽ പെരമ്പൂർ സൈഡിൽ ആലുവ സൈഡിൽ നടക്കാറുണ്ടോ. സോ വളരെ കർശനമായ രീതിയിൽ വളരെ സജീവമായ രീതിയിൽ ഡ്രൈവ് നടത്തുന്നുണ്ടോ. ഒപ്പം തന്നെ ഈ പെരുമ്പാവൂർ അനസിന്റെ അനുയായിയായ റിയാസിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും അതിനോടനുബന്ധിച്ച് തോക്കുകളടക്കം പിടികൂടുകയും ചെയ്തു. ആ അന്വേഷണം ഏതുവരെയാണ് സാർ ഇപ്പോൾ എത്തി നിൽക്കുന്നത്? തീർച്ചയായിട്ടും അത് പല കേസുകളിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൻ്റെ ഭാഗമായി ഇത് ഡിറ്റക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഡിറ്റക്ഷൻ കഴിഞ്ഞിട്ട് കുറേ തെളിവുകൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ. കുറേ ഇൻഫർമേഷൻ ഉണ്ടോ. ഇൻഫർമേഷനിൻ്റെ ഭാഗമായിട്ട് സ്ഥിരമായിട്ട് റെയ്ഡ്സ് നടത്തുന്നുണ്ടോ. ആൻഡ് ബാക്കിയെല്ലാ കാര്യങ്ങൾ നമ്മൾ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഈ പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടോ? എല്ലാ എഫേർട്സ് വിതിൻ ദ ലീഗൽ ഫ്രെയിംവർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടുതൽ അഭിപ്രായം ഇപ്പോൾ പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ റെസ്റ്റ് അഷ്യൂർഡ് ഓൾ സ്ട്രിക്റ്റ് ആക്ഷൻസ് ആർ ബീങ് ടേക്കൻ. താങ്ക് യു. പോലീസിന്റെ ഓപ്പറേഷൻ ആഗ് ഹണ്ട് അത് ഊർജിതമായി തന്നെ ആലുവ റൂറൽ പരിധിയിലും നടക്കുന്നുണ്ട്. ക്യാമറാമാൻ ശ്യാംകുമാറിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. തോക്കുകളും തിരകളുമായി മഞ്ചേശ്വരം സ്വദേശികളായ 2 പേർ മംഗളൂരുവിൽ അറസ്റ്റിലായി. മുഹമ്മദ് അസ്ഗർ, അബ്ദുൾ നിസാർ കെ എന്നിവരെയാണ് മംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് ജില്ലാ അതിർത്തിയായ തലപ്പാടിയിലെ പിലിക്കൂർ ഭാഗത്ത് വെച്ചാണ് ഇവരെ പിടികൂടിയത്. കാറിൽ ആയുധങ്ങളുമായി സഞ്ചരിക്കുന്നതായി പോലീസിന് വിവരം കിട്ടിയിരുന്നു. വാഹന പരിശോധനയിലാണ് പ്രതികൾ സഞ്ചരിച്ച കാർ തടഞ്ഞ് പരിശോധിച്ചത്. കാറിൽ നിന്ന് 2 പിസ്റ്റളുകളും തിരകളും പിടികൂടി. കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നെടുമ്പാശ്ശേരിയിലെ അവയവ കച്ചവട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. എറണാകുളം റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘം കേസ് അന്വേഷിക്കും. ഈ ഗുണ്ടകളിനെതിരെ ഒരു ഡ്രൈവ് നടത്തുന്നുണ്ടോ മുഴുവൻ സംസ്ഥാന സ്റ്റേറ്റ് വൈഡ് ആണോ? സോ നമ്മുടെ ജില്ലയുമിൽ ഈ കഴിഞ്ഞ 3 ദിവസത്തിലേക്ക് തന്നെ മോർ ദാൻ 200 ഗുണ്ടകൾക്ക് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് വളരെ വ്യാപകമായ രീതിയിൽ പിന്നെ കുറേ NDPS കേസുകൾ 107ന്റെ പ്രൊസീഡിങ്സ് കാപ്പ പ്രകാരം പുതിയ ആൾക്കാരിനെതിരെ പ്രപ്പോസൽസ് ഇതെല്ലാ കാര്യങ്ങൾ ഒരുമിച്ച് നടത്തുന്നുണ്ടോ. പിന്നെ റൗഡി പരേഡ് നടക്കാൻ വേണ്ടി എല്ലാ പോലീസ് സ്റ്റേഷൻസ്ക്ക് കർശനമായ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടോ. പ്രധാനമായും തന്നെയും ഇരകൾ ആയവരെ കുറിച്ചുള്ള പൂർണ്ണമായൊരു വിവരശേഖരമാണ് ലക്ഷ്യമിടുന്നത്. 20ഓളം പേരെ ഈ രീതിയിൽ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയെന്ന് പറയുമ്പോൾ അതിൽ ഒരു മലയാളി മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് സാബിർ നസീർ, ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള സാബിർ നൽകിയിരിക്കുന്ന വിവരം. ഇയാളെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പാലക്കാട് ഇയാളെക്കുറിച്ചുള്ളൊരു അന്വേഷണം നടത്തിയെങ്കിൽ പോലും അത് പൂർണ്ണതോതിൽ എത്തിയിട്ടില്ല. ഇയാൾ നാടുവിട്ടു എന്നതാണ് അവിടെയിൽ നിന്ന് ലഭ്യമാകുന്നൊരു വിവരം. വീട്ടുകാർക്കും ഇയാളെക്കുറിച്ച് കൂടുതലായൊന്നും അറിയില്ല. സമാനമായ അവസ്ഥ തന്നെയാണ് ഈ അതിഥി തൊഴിലാളികളെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുമ്പോഴും ഇവർ ഇറാനിലേക്ക് പോയതിനു ശേഷം അവർ തിരിച്ചെത്തിയത് സംബന്ധിയായ വിവരങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ ശേഖരിക്കപ്പെട്ടിട്ടില്ല. ഈ ഇരകളിൽ പലരും തന്നെയും വഞ്ചിതരാക്കപ്പെട്ടു എന്നതാണ്. 10 ലക്ഷം രൂപ അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ഈ തുക പോലും ലഭിക്കാതെ വന്നതോടെയാണ് പലരും പരാതികളുമായിട്ട് പലപ്പോഴും പലയിടത്തും
ഈ അന്വേഷണ ഏജൻസികളുമായിട്ട് തന്നെ അന്വേഷണ സംഘവുമായിട്ട് തന്നെ ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. പിന്നീടാണ് ഇതൊരു അറസ്റ്റിലേക്ക് അടക്കം നീങ്ങുകയും ചെയ്തത്. ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ ഹൈദരാബാദിൽ തന്നെയാണ് ഉള്ളതെന്നാണ് സാബിത്ത് നൽകിയിരിക്കുന്ന വിവരം. ഇയാളെ എത്രയും പെട്ടെന്ന് അന്വേഷണ സംഘം ഇയാൾ അറസ്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസികളും ഇതേ ഒരു അന്വേഷണ സംഘത്തിലേക്ക് വന്നു ചേരും. കാരണം ഇത് രാജ്യത്തിന് പുറത്ത് നടക്കം വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. പലരെയും കുവൈറ്റിലേക്ക് കടത്തുകയും പിന്നീട് ഇറാനിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്തിരുന്നത്. ഇറാനിലെ ഫരീദ് ഖാൻ എന്ന ആശുപത്രിയിലായിരുന്നു ഈ സംഘങ്ങളുടെ ശസ്ത്രക്രിയ അടക്കം നടന്നിരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിപുലമായ ശേഖരണം നടത്തണമെങ്കിൽ അത് പോലീസിനെ കൊണ്ട് മാത്രമാവില്ല, മറ്റ് അന്വേഷണ ഏജൻസികളുടെ കൂടി സഹായം വേണ്ടിവരും. ഇവർ ഈ ലഭ്യമാക്കിയിരിക്കുന്ന പണം ഇത് ഏത് രീതിയിൽ ഉപയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ളൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അന്വേഷണം ആ രീതിയിലുള്ളതായിരിക്കും. നിലവിൽ പ്രതിയായ സബിത്തിനു വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. വരും ദിവസം കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. 7 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പെരിയാറിൽ വീണ്ടും മീനുകൾ ചത്തുപൊങ്ങി. വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന രാസമാലിന്യങ്ങളാണ് മീനുകൾ ചത്തുപൊങ്ങാൻ കാരണമായത്. കർഷകർ ഇക്കാര്യത്തിൽ പ്രതിഷേധിക്കുകയുണ്ടായി. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസ് കർഷകർ ഉപരോധിച്ചു. എടയാറിലും ഏലൂരിലും ചേരാനെല്ലൂരിലും വരാപ്പുഴയിലും മൂലമ്പിള്ളിയിലും ഈ ഭാഗങ്ങളിലാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇതോടെ കർഷകർക്ക് ഉണ്ടായിരിക്കുന്നത്. നവമി ദിനേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പെരിയാറിൽ രാസമാലിന്യങ്ങൾ കലർന്നതിനെ തുടർന്ന് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നത് തുടരുകയാണ്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് സംഭവമുണ്ടായത്. ഏലൂർ, ചേരാനല്ലൂർ, വരാപ്പുഴ, മൂലമ്പിള്ളി വരെയുള്ള ഭാഗങ്ങളിൽ മത്സ്യങ്ങൾ ശ്വാസം കിട്ടാതെ പുഴയുടെ മേൽത്തട്ടിലെത്തി പിന്നീട് ചത്തുപോയതാണ് കണ്ടത്. പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിനോട് ചേർത്തുള്ള ഭാഗങ്ങളിലാണ് ചത്ത മത്സ്യങ്ങളെ കൂട്ടത്തോടെ ആദ്യമായി കണ്ടെത്തിയത്. എടയാർ വ്യവസായ മേഖലകളിലെ മാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളിയതാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിന് കാരണമായതെന്നാണ് കർഷകർ ആരോപിക്കുന്നത്. കണ്ടാലേ അത്തറും ചങ്ക് പൊട്ടിപ്പോവും. അതേണ അവസ്ഥ. പാല് കളറെന്ന് പറഞ്ഞാലല്ലേ, പാലിന്റെ കളറാർന്ന്. അവിടെ ഒരു പൂച്ചൂട്ടി പോലും ഇല്ല. ഇനി വരാപ്പുഴ പഞ്ചായത്തിലെ വരാപ്പുഴ പഞ്ചായത്ത് തന്നെയല്ല, കടമക്കുടി, വരാപ്പുഴ, കോട്ടുള്ളി ആ ഭാഗം മൊത്തം നശിച്ചേക്കാണ്. ഇതിനൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ വേറെ വിധത്തിലായിരിക്കും ഇനി പ്രതികരിക്കാൻ പോകുന്നത്. മത്സ്യകൃഷി നടത്തിയ കർഷകർക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. മാലിന്യങ്ങൾ ഒഴുക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ്. മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുമ്പോഴും അധികൃതർ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് പരാതി. അതിനിടെ മത്സ്യ കർഷകർ ചത്ത മീനുകളുമായി ഏലൂർ മലിനീകരണ നിയന്ത്രണ ബോർഡിലെത്തി പ്രതിഷേധിച്ചു. 1 വർഷത്തോളം ചിലപ്പോൾ സൗജന്യ റേഷൻ എന്തെങ്കിലും അനുവദിക്കേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുടുംബങ്ങളൊക്കെ പട്ടിണിയാണ്. ഈ മത്സ്യം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. വരാപ്പുഴ മാർക്കറ്റിലേക്ക് നിങ്ങൾക്ക് വന്നാൽ അറിയാം, എല്ലാവരും മത്സ്യത്തൊഴിലാളികളാണ്. ആ ഭാഗത്തുള്ള എല്ലാവരും മത്സ്യം പിടിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത്രയധികം മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് ആദ്യമായിട്ടാണ്. മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ചത്തുപൊങ്ങിയ കെട്ടിലെ മത്സ്യങ്ങൾ പുഴയിലേക്ക് തന്നെ ഒഴുക്കിവിടാനാണ് കർഷകരുടെ തീരുമാനം. അതേസമയം ഈ മീനുകൾ മാർക്കറ്റിൽ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന പരാതിയെ തുടർന്ന് മാർക്കറ്റുകളിൽ പരിശോധന നടത്തി. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരിക്കാനിടയായ വിമാനാപകടം സംഭവിച്ചത് സാങ്കേതിക പിഴവ് കാരണമെന്നാണ് ഇപ്പോഴത്തെ സൂചന. ഇറാൻ മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. മരണത്തിൽ ഉന്നതതല അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രഞ്ജിത്ത്, പക്ഷേ ഇത് ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലല്ലോ. എന്താണ് ഈ അപകടത്തിന് കാരണമെന്നത്? ചില സംശയങ്ങൾ ഇക്കാര്യത്തിൽ ഇപ്പോഴും ഭരണകൂടത്തിന് ഇല്ലേ? സംശയങ്ങളുടെ പുറത്താണ് മഞ്ജുഷ് ഇപ്പോൾ ഒരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇറാൻ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബഗേരിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഹെലികോപ്റ്റർ തകർന്നു വീഴാനിടയായ സാഹചര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. പക്ഷേ ഇതിനിടയിലാണ് ഇറാൻ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അത് ഇറാനിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. മറ്റ് അന്തർദേശീയ മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ അത്തരത്തിൽ ചില റിപ്പോർട്ടുകൾ നൽകുന്ന സാഹചര്യമുണ്ട്. അതായത് വിമാനത്തിന്റെ സാങ്കേതിക പിഴവാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിലേക്ക്, ഹെലികോപ്റ്ററിന്റെ സാങ്കേതിക പിഴവാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരം. പക്ഷേ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോഴും ചില സംശയങ്ങൾ നേരത്തെ മഞ്ജുഷ പറഞ്ഞതുപോലെ ബാക്കി നിൽക്കുന്നുണ്ട്. എങ്ങനെ ഈ 3 ഹെലികോപ്റ്ററുകളിൽ 2 എണ്ണം സുരക്ഷിതമായി തിരിച്ചു വന്നു എന്ന കാര്യം, ഈ 60 വർഷം പഴക്കമുള്ള ഹെലികോപ്റ്ററാണ് ഉപയോഗിച്ചതെന്നുള്ള കാര്യം നേരത്തെ പുറത്തു വന്നിരുന്നു. പ്രസിഡന്റിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ സഞ്ചരിക്കുന്ന, അതായത് അയത്തുള്ള ഖൊമേനിയുടെ പിൻഗാമിയായൊക്കെ നേരത്തെ അത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്ന ഒരാൾ സഞ്ചരിക്കുന്ന
ഒരു ഹെലികോപ്റ്റർ അത് എത്രത്തോളം പഴക്കമുള്ള ഹെലികോപ്റ്ററിൽ എങ്ങനെ സഞ്ചരിക്കാൻ സാഹചര്യം ഉണ്ടായി എന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്നാണ് ഈ പറഞ്ഞതുപോലെ മറ്റു ചില പാശ്ചാത്യ ശക്തികളുടെ പങ്ക് ഈ അപകടത്തിൽ ഉണ്ട് എന്ന് ചില സംശയങ്ങൾ ഉയർന്നത്. പക്ഷേ അമേരിക്കയിലും ഇസ്രായേലും ഈ വിഷയത്തിൽ ശക്തമായി തന്നെ പ്രതികരിച്ചു കഴിഞ്ഞു. തങ്ങളുടെ അറിവോടുകൂടിയല്ല. സാധാരണ ഇസ്രായേലൊക്കെ ഇത്തരം സംഭവങ്ങളിൽ പങ്കാളിത്തമുണ്ടെങ്കിൽ അവർ തങ്ങളാണ് ഈ സംഭവത്തിന് പിന്നിൽ എന്ന് കൃത്യമായി തന്നെ പറയാറുണ്ട്. ഇവിടെ അമേരിക്കയും ഇസ്രായേലും കൃത്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ദേ വെയർ നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദ ചോപ്പർ ക്രാഷ് എന്ന് തന്നെ. അത് വ്യക്തമായി തന്നെ US സെക്രട്ടറി ഡിഫൻസ് ലോയിഡ് ഓസ്റ്റിൻ അദ്ദേഹം വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. ഇസ്രായേലും സമാനമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബെൽ 212 എന്ന 60 വർഷം പഴക്കമുള്ള 1960 ഒരു കനേഡിയൻ മിലിറ്ററി ചോപ്പറാണ് ഈ ഉപയോഗിച്ചത് എന്നുള്ളതും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സ്വാഭാവികമായും ഇതിൻ്റെ കാലപ്പഴക്കം ഈ അപകടത്തിൽ പ്രധാനമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് സാങ്കേതിക തകരാറിലെ കാര്യങ്ങൾ നയിക്കുന്നത്. ഇതിനിടെ ഇറാനിൽ 5 ദിവസത്തെ ദുഃഖാചരണം തുടരുകയാണ്. പുതിയ പ്രസിഡന്റിനെ സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആയത്തുള്ള ഖൊമേനി ഇറാന്റെ ആത്മീയ നേതാവാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കേണ്ടത്. 50 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കേണ്ട പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മൊക്ബേർ ആണ് പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് 1 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അട്ടിമറി സൂചനകൾ നിലവിൽ ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് മഞ്ജുഷ ഇതുമായി ബന്ധപ്പെട്ട് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇപ്പോഴത്തെ സൂചന അങ്ങനെയാണ്, അട്ടിമറി ഒന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ അന്വേഷണം ഇക്കാര്യത്തിൽ തുടരുകയാണ്. ഔദ്യോഗികമായിട്ട് ഇറാൻ ഇക്കാര്യത്തിൽ ഈ അന്വേഷണം പൂർത്തിയായതിനു ശേഷമേ പ്രതികരണം ഉണ്ടാവുകയുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിൽ, അതായത് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനത്തിൽ കുറവാണ്. 60.3% പോളിംഗ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 2% കുറവുണ്ട്. എന്നാൽ അന്തിമ കണക്കിൽ ചില മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. ജമ്മു കാശ്മീരിലെ ബാരാമുള്ളയിൽ 40 വർഷത്തിനിടയിലെ ഉയർന്ന പോളിംഗാണ് കണ്ടത്. റായ്ബറേലി, അമേഠി അടക്കം UPയിലെ 6 മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. ബീഹാറിൽ 5ാം ഘട്ട വോട്ടെടുപ്പിന് പിന്നാലെ RJDയും BJPയും തമ്മിൽ സംഘർഷം. വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ചപ്രയിലാണ് സംഘർഷമുണ്ടായത്. ഇന്റർനെറ്റ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഈ പ്രദേശത്ത്. സംഭവത്തിൽ BJP നേതാവ് രമാകാന്ത് സിംഗ് കസ്റ്റഡിയിലായിട്ടുണ്ട്. ER രാകേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാകേഷ്, എന്താണ് ബീഹാറിൽ നടന്ന ഈ അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ? ഇപ്പോൾ സ്ഥലത്ത് എന്താണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നത്? മഞ്ജുഷ്, ബീഹാറിലെ ചപ്രയിലാണ് വലിയ സംഘർഷമുണ്ടായത്. ഇന്നലെ 5ാം ഘട്ട വോട്ടെടുപ്പായിരുന്നു. ബീഹാറിലെ 5 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുകയും ചെയ്തു. ഇതിൽ സാരൻ മണ്ഡലത്തിലാണ് ഇത്തരത്തിൽ BJP പ്രവർത്തകരും RJD പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത്. ലാലു പ്രസാദ് യാദവിന്റെ മകൾ രോഹിണി ആചാര്യയും BJP നേതാവ് രാജീവ് പ്രതാപ് റൂഡിയും തമ്മിലായിരുന്നു മണ്ഡലത്തിൽ മത്സരം. ഒരു ബൂത്തിൽ രോഹിണി ആചാര്യ സന്ദർശിക്കുകയും അതിന് പിന്നാലെ 2 പാർട്ടി പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാവുകയുമായിരുന്നു. ആദ്യം പ്രവർത്തകർ തമ്മിൽ കല്ലേറായിരുന്നു. അത് പിന്നീട് വെടിവെപ്പിലേക്ക് വഴിമാറി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഏതായാലും ഈ വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കല്ലേറിലും മറ്റും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ ഇന്റർനെറ്റും മറ്റും വിച്ഛേദിച്ചിരിക്കുകയാണ്. ഒപ്പം പ്രദേശത്ത് വലിയ പോലീസിനെയും വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ബീഹാറിൽ ഇനിയും വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നു. അപ്പോൾ സംഘർഷം മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്ത് ഏതായാലും ഈ ഘട്ടത്തിൽ നടക്കുന്നു. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ബീഹാറിലാണ് BJP RJD സംഘർഷം, ഒരാൾ കൊല്ലപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര സ്വന്തം ചെലവിലായിരുന്നുവെന്ന് വിവരാവകാശ രേഖ. യാത്ര ഔദ്യോഗികമല്ലെന്നും തീർത്തും സ്വകാര്യമാണെന്നും മറുപടിയിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര വിവാദമായ സാഹചര്യത്തിലാണ് വിവരാവകാശ രേഖയിലൂടെയുള്ള ഈ വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രിയും കുടുംബവും നടത്തിയ വിദേശയാത്രയിൽ സർക്കാർ ഖജനാവിലെ പണം ചെലവഴിച്ചിട്ടില്ലെന്ന് വിവരാവകാശ ചോദ്യത്തിന് മറുപടി. വിവരാവകാശ പ്രവർത്തകൻ MK ഹരിദാസിന് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ മാസം 6-ാം തീയതി മുതൽ ദുബായ്, സിംഗപ്പൂർ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നടത്തിയ യാത്ര ഔദ്യോഗികമല്ലെന്നും മറുപടിയിൽ വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രി മുഹമ്മദ് റിയാസ്, ഗണേഷ് കുമാർ എന്നിവരും വിദേശയാത്ര നടത്തിയത് വിവാദമായിരുന്നു. എന്നാൽ ആരോപണങ്ങളിൽ യാഥാർത്ഥ്യമില്ലെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ വിദേശയാത്രയ്ക്ക് പോയത് പൊതുഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ചല്ലെന്നുമാണ് സർക്കാർ വിശദീകരണം. യാത്രയിൽ പേഴ്സണൽ സ്റ്റാഫോ സർക്കാർ ജീവനക്കാരോ സുരക്ഷാ ഉദ്യോഗസ്ഥരോ ഉണ്ടായിരുന്നില്ലെന്നും യാത്ര ആരും സ്പോൺസർ ചെയ്തതല്ലെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര ഔദ്യോഗികമായി ഉള്ളതായിരുന്നില്ല. അതിനാൽ തന്നെ സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കിയിട്ടില്ല എന്നാണ് വിവരാവകാശ രേഖയിൽ പറയുന്നത്. സ്പോൺസർമാരും ഈ യാത്രയിൽ ഉണ്ടായിരുന്നില്ല എന്ന് സർക്കാർ പറയുന്നു.
ക്നാനായ യാക്കോബായ സഭയുടെ അസോസിയേഷൻ യോഗം തുടങ്ങി. പാത്രിയാർക്കീസ് ബാവയിൽ നിന്ന് വിട്ട് സ്വതന്ത്ര സഭയായി നിൽക്കാനുള്ള ഈ തീരുമാനം യോഗത്തിലുണ്ടായേക്കും. യോഗം ഹൈക്കോടതി തടഞ്ഞു എന്നത് വ്യാജ പ്രചാരണമാണെന്ന് അസോസിയേഷൻ സെക്രട്ടറി അംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട്. യോഗത്തിൽ തീരുമാനങ്ങൾ എടുക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ നിന്നുള്ള ഉത്തരവുണ്ട്. എതിർവിഭാഗം ഈ നിലപാടും സ്വീകരിച്ചിട്ടുണ്ട്. വിവാദങ്ങൾക്കിടെയാണ് ക്നാനായ അസോസിയേഷൻ യോഗം ചിങ്ങവനത്ത് ചേരുന്നത്. ക്നാനായ യാക്കോബായ സഭയിൽ ഉണ്ടായ അധികാര തർക്കങ്ങൾ, പലതരത്തിലുള്ള വിഷയങ്ങൾ ഒക്കെ ചൂണ്ടിക്കാട്ടി ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടിയാണ് ഇന്നിങ്ങനെ ഒരു യോഗം ചേരുന്നത്. ഈ യോഗം തടയുന്നതിന് വേണ്ടി ഇതിനെ എതിർക്കുന്ന സഹായമെത്രാന്മാരുടെ വിഭാഗം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷെ അവിടെ നിന്ന് അനുകൂല വിധി നേടിയിട്ടുണ്ട്. യോഗം നടത്തരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ഓർഡറുമില്ല. അത് വ്യാജ വാർത്തയാണ് എന്നാണ് ഈ ഔദ്യോഗിക വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ യോഗം ചേരുന്നത്. എന്തായാലും സഹായമെത്രാന്മാരെ ഫലത്തിൽ പുറത്താക്കുന്ന നിലയിലേക്കും ഒപ്പം തന്നെ അന്ത്യോക്യ യാക്കോബായ സഭ, അന്ത്യോക്യ പാത്രിയാർക്കീസുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്ന നിലയിലേക്കും, അതായത് ആത്മീയ അധികാരം മാത്രമേ അവർക്കുള്ളൂ എന്ന നിലയിലേക്കുമൊക്കെ ഈ ഭരണഘടനാ ഭേദഗതി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും 400ഓളം അംഗങ്ങളാണ് ആകെ ഈ അസോസിയേഷനിൽ പങ്കെടുക്കേണ്ടത്. അതിൽ പലരും വിദേശത്താണ്. അവർ സൂം മീറ്റിംഗ് വഴിയാണ് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് വളരെ നിർണായകമായ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മോഹൻലാലിന്റെ 64ാം പിറന്നാളായ ഇന്ന് എമ്പുരാന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ. ഖുറേഷി അബ്രാമിന്റെ ഗെറ്റപ്പിൽ നടന്നുവരുന്ന മോഹൻലാലിനെയാണ് പോസ്റ്ററിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് എമ്പുരാൻ. തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിൽ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3-ലാണ് മൊഴിയെടുക്കുക. രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്ന ആവശ്യം പോലീസ് നേരത്തെ കോടതിയിൽ അറിയിച്ചിരുന്നു. ഡ്രൈവർ യദു അശ്ലീല ആംഗ്യം കാണിച്ചുവെന്ന മേയറുടെ പരാതിയിലാണ് രഹസ്യമൊഴിയെടുക്കുന്നത്. ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ഒരു തുമ്പും പോലീസിന് കിട്ടിയിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 4 വയസ്സുകാരിക്ക് അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ഡോക്ടർ ബിജോൺ ജോൺസനെ ചോദ്യം ചെയ്തു പോലീസ്. മെഡിക്കൽ കോളേജിലെത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. നാവിൽക്കെട്ട് കണ്ടതിനെ തുടർന്ന് അടിയന്തര പ്രാധാന്യത്തോടെ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നുവെന്നാണ് ഡോക്ടർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ചികിത്സാ പിഴവുണ്ടായോ എന്ന് കണ്ടെത്താനുള്ള വിദഗ്ധ സമിതി യോഗം ചേർന്നു. ചികിത്സാ രേഖകൾ പരിശോധിച്ച സമിതി DMOയ്ക്ക് റിപ്പോർട്ട് നൽകും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിനെ തുടർന്ന് 7 വർഷത്തോളമായി ദുരിതം അനുഭവിക്കുന്ന KK ഹർഷീനയ്ക്ക് ഇന്ന് 5ാമത്തെ ശസ്ത്രക്രിയയാണ്. അടിവയറിന്റെ ഇടതുഭാഗത്ത് കത്രിക കിടന്ന സ്ഥലത്ത് രൂപപ്പെട്ട മാംസപിണ്ഡം നീക്കാനുള്ള ശസ്ത്രക്രിയയാണിത്. ഇതിനായി ഹർഷീനയെ ഇന്നലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2017 നവംബർ 30-ന് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെയാണ് ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് തലവൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലിത്തയുടെ കബറടക്ക ചടങ്ങുകൾ പൂർത്തിയായി. സെന്റ് തോമസ് ബിലീവേഴ്സ് ചർച്ച് കത്തീഡ്രലിനോട് ചേർന്നാണ് ബിഷപ്പിന്റെ അന്ത്യവിശ്രമം. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, എന്തൊക്കെയാണ് കബറടക്ക ചടങ്ങുകളുടെ വിവരങ്ങൾ? മഞ്ജുഷ, ഇന്ന് രാവിലെ 7 ഘട്ട ശുശ്രൂഷകൾ പൂർത്തിയാക്കി. അതായത് ഇന്നലെ മുതൽ പൊതുദർശനത്തിന് വെച്ചിരുന്ന ബിലീവേഴ്സ് ചർച്ചിന്റെ കൺവെൻഷൻ സെന്ററിലായിരുന്നു 7 ഘട്ട ശുശ്രൂഷകൾ പൂർത്തിയാക്കിയത്. അതിനുശേഷം സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതി മെത്രാപ്പൊലീത്തയ്ക്ക് നൽകി. പിന്നീടായിരുന്നു 8ാം ഘട്ട ശുശ്രൂഷയ്ക്കായി കുറ്റിപ്പുഴ സെന്റ് ബിലീവേഴ്സ് ചർച്ച് ദേവാലയത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം കൊണ്ടുവന്നത്. അവിടെ സാമുവൽ മാർ തിയോഫിലിസ് എപ്പിസ്കോപ്പയുടെ നേതൃത്വത്തിലുള്ള 8ാം ഘട്ട ശുശ്രൂഷ ചടങ്ങുകൾ പൂർത്തിയായി. അതിനുശേഷമാണ് പള്ളിയോട് തന്നെ ചേർന്നുള്ള തൊട്ടടുത്തുള്ള ഒരു ഭാഗത്ത് തന്നെയാണ് അദ്ദേഹത്തിന് ഖബറിടം ഒരുക്കിയിരുന്നത്. ആ ഖബറിടത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം ഇപ്പോൾ അടക്കം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നും നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നത്. ഇന്ന് രാവിലെ 9 മണിവരെയാണ് പൊതുദർശനം വെച്ചിരുന്നതെങ്കിൽ പോലും പിന്നീട് അതും നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് 11 മണിയോടുകൂടി വിലാപയാത്രയായി കൺവെൻഷൻ സെന്ററിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം പള്ളിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഇന്ന് മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടി പത്തനംതിട്ട ജില്ലാ കളക്ടർ റീത്ത് സമർപ്പിച്ചു. കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി സജി ചെറിയാനും അദ്ദേഹത്തിന് ആദരസൂചകമായി റീത്ത് സമർപ്പിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ആയിരക്കണക്കിന് വരുന്ന മതവിശ്വാസികൾ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ളവർ ഇപ്പോൾ കുറ്റിപ്പുഴയിലെ തിരുവല്ലയിലെ അദ്ദേഹത്തിന്റെ ബിലീവേഴ്സ് ചർച്ചിന്റെ ആസ്ഥാനത്തിൽ ഉണ്ട്.
ശരി, ശരണ്യ സ്നേഹത്തിനാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് 10 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ കണ്ടെത്താനായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കുടക് സ്വദേശിയായ പ്രതി കർണാടകത്തിലേക്ക് കടന്നതായാണ് ഏറ്റവും ഒടുവിൽ പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം. സംഭവം നടന്ന ബുധനാഴ്ച രാവിലെ മുതൽ ഇയാളെ കാണാനില്ല. ഇയാളെ പിടികൂടിയാൽ മാത്രമേ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടൂ. നിലവിൽ കേസിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ലെന്നാണ് പോലീസ് അറിയിച്ചത്. കണ്ണൂർ പയ്യന്നൂരിൽ വൻ കവർച്ച. 75 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു. പെരുമ്പയിലെ CH സുഹയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. ഇരുനില വീടിന്റെ മുകൾ നിലയിൽ കുടുംബാംഗങ്ങൾ ഉറങ്ങുമ്പോൾ താഴെയുള്ള മുറിയിലാണ് കവർച്ച നടന്നത്. പോലീസ് അന്വേഷണം തുടങ്ങി. പാലക്കാട് മണ്ണാർക്കാട് നഗരമധ്യത്തിൽ കഞ്ചാവ് ചെടി. മണ്ണാർക്കാട് കോടതിപ്പടിയിൽ നഗരവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ചെടിച്ചട്ടിയിൽ നിന്നാണ് കഞ്ചാവ് ചെടി കണ്ടത്. 25 സെന്റിമീറ്റർ നീളം വരുന്ന കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത്. എക്സൈസ് ഉദ്യോഗസ്ഥരെത്തി കഞ്ചാവ് ചെടി പിടിച്ചെടുത്തു. സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6830, പവന് 54,640. 18 ക്യാരറ്റ് ഗ്രാമിന് 5690, പവന് 45,520. വെള്ളി ഗ്രാമിന് 99, കിലോയ്ക്ക് 99,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. IPL ഇനി കലാശ പോരാട്ടങ്ങളാണ്. ഇന്നാണ് കലാശ പോരാട്ടങ്ങൾ തുടങ്ങുന്നത്. ആദ്യ ക്വാളിഫയറിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ജയിക്കുന്ന ടീം IPLന്റെ ഫൈനലിലെത്തും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രിയാണ് മത്സരം. ടൂർണമെന്റിലെ ഏറ്റവും ശക്തമായ ബാറ്റിംഗ് നിരയുമാണ് ഹൈദരാബാദ് ഇറങ്ങുന്നത്. ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് സഖ്യവും മാർക്രം, കാൾസൺ തുടങ്ങിയവർ അണിനിരക്കുന്ന ബാറ്റിംഗ് നിരയും ടൂർണമെന്റിലെ ഏറ്റവും മികച്ചതാണ്. മിച്ചൽ സ്റ്റാർക്ക്, സുനിൽ നരേൻ, വരുൺ ചക്രവർത്തി തുടങ്ങിയവർ ഉൾപ്പെടുന്ന ബൌളിംഗ് നിരയാണ് കൊൽക്കത്തയുടെ കരുത്ത്. ഇന്ന് തോൽക്കുന്ന ടീമിന് രാജസ്ഥാൻ ബംഗളൂരു മത്സരത്തിലെ വിജയിയെ തോൽപ്പിച്ചാൽ ഫൈനലിൽ എത്താനുള്ള അവസരം കൂടിയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവുമായി ടോം കുര്യാക്കോസ് ചേരും. अमृतवेणी है